സാറേ ഈ പ്രൈസ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ 12 വാക്ക്. അപ്പോൾ 12 വാക്ക് നമ്മളിപ്പം നാട്ടിലുള്ളവരാണെങ്കിൽ നമുക്ക് ആ നേരിട്ട് ഫിസിക്കലി തന്നെ നമുക്കത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, നമുക്കിപ്പോൾ നമ്മൾ പിന്നെ നേരിട്ട് പോകാൻ പറ്റാത്തവർ അഥവാ വിദേശത്തുള്ളവർ അവർ ഈ സീഡ് ഫണ്ടിങ് ചെയ്ത്, അപ്പോൾ സീഡ് ഫണ്ടിങ് ചെയ്യാൻ വേണ്ടി എന്ത് വേണം, 12 വാക്കുകൾ വേണം. ആ 12 വാക്കുകൾ ലഭിച്ചതിന് ശേഷം മറ്റൊരു ഫോണിൽ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യമായി ഇങ്ങനൊരു 12 വാക്കുകൾ, ഇത് ജസ്റ്റ് എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിളിൽ വേണ്ടിയിട്ട് ഒരു 12 വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ലഭിച്ച് ഫോണിൽ അയച്ച ഈ 12 വാക്ക് എന്ത് ചെയ്യണം, 12 വാക്കുകൾ നമ്മളൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് പിടിച്ചുകൊണ്ട് ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട് ടച്ച് ചെയ്തുകൊണ്ട് അതെന്ത് ചെയ്യണം, ഇങ്ങനെ കാണുന്ന ഓപ്ഷനിൽ കോപ്പി കാണാൻ പറ്റും. അപ്പോൾ ഈ 12 വാക്കിന് ആദ്യം കോപ്പി ചെയ്യണം, ഇങ്ങനെ കോപ്പി ചെയ്തിടുക. അപ്പോൾ ആ 12 വാക്കുകൾ കോപ്പി എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഫോണിൻ്റെ സെൻറ്റർ ബട്ടൺ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മുടെ ട്രസ്റ്റ് വാലറ്റിലേക്ക് പോകണം. ഇവിടെ കാണാൻ പറ്റും ഹോം പേജിൽ ട്രസ്റ്റ് വാലറ്റ്. ആ ട്രസ്റ്റ് വാലറ്റ് ടച്ച് ചെയ്യുക. ട്രസ്റ്റ് വാലറ്റ് ടച്ച് ചെയ്തതിന് ശേഷം എന്താണോ ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പിന്ന് കൊടുത്തത്, ആ പിന്നാണ് ഈ കാണുന്ന സ്ഥലത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ കോമൺ ആയിട്ടുള്ള ഞാൻ കൊടുത്ത പിന്നാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. ആ പിന്ന് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഈ ഒരു പേജ് കാണാൻ പറ്റും. ഈ പേജ് കാണുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സാധാരണ ഫ്രഷർ ഇതാണെങ്കിൽ ഇവിടെ മെയിൻ വാലറ്റ് എന്നാണ് കാണാൻ പറ്റും. ഇവിടെ കൊടുത്തിരിക്കുന്നത് പേര് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പേര് കൊടുത്ത സ്ഥലത്ത് ഒന്ന് ടച്ച് ചെയ്യുക. അപ്പം ഇങ്ങനെ ടച്ച് ചെയ്തതിന് ശേഷം എന്ത് കാണാൻ പറ്റും, ഏറ്റവും മുകളിലെ റൈറ്റ് സൈഡിലെ പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. ആ പ്ലസ് ബട്ടൺ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തതിന് ശേഷം 2 ഓപ്ഷനുകൾ ഇവിടെ കാണാൻ പറ്റും. അതായത് ക്രിയേറ്റ് ന്യൂ വാലറ്റ്, നമുക്ക് പുതിയൊരു വാലറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷനാണ് ക്രിയേറ്റ് ന്യൂ വാലറ്റ്. അതായത് നമ്മൾ ഓൾറെഡി പ്രൈസ് 12 വാക്കുകൾ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം, രണ്ടാമത്തെ ഓപ്ഷനായ ആഡ് എക്സിസ്റ്റൻറ്റ് വാലറ്റ് ആണ് ടച്ച് ചെയ്യേണ്ടത്. ആഡ് എക്സിസ്റ്റൻറ്റ് വാലറ്റ് ടച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു പേജ് കാണാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റും ഏറ്റവും ടോപ്പിൽ സീക്രട്ട് പ്രൈസ് കാണാൻ പറ്റും. ആ സീക്രട്ട് പ്രൈസ് ടച്ച് ചെയ്യുക. സീക്രട്ട് പ്രൈസ് ടച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ വീണ്ടും വേറൊരു പേജ് മറിഞ്ഞുകൊണ്ട് ഇവിടെ ഏറ്റവും ടോപ്പിലുള്ള മൾട്ടി കോയിൻ വാലറ്റ് കാണാൻ പറ്റും. ആ ഒരു മൾട്ടി കോയിൻ വാലറ്റ് ടച്ച് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഈ മൾട്ടി കോയിൻ വാലറ്റ് ടച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു പേജ് കാണാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ഈ ഒരു 12 വേർഡ് അവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ബ്ലൂ കളറിൽ പേസ്റ്റ് എന്ന് കാണാൻ പറ്റും. എന്ത് ചെയ്യണം, ആ പേസ്റ്റ് എന്ന ആ ഒരു വേർഡ് ടച്ച് ചെയ്യുക. ഞാനിവിടെ ടച്ച് ചെയ്യുന്നുണ്ട്, പേസ്റ്റ്. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ വേർഡ് 12 വാക്കുകൾ കോപ്പി ചെയ്ത ആ വാക്കുകൾ പേസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ആ കോളത്തിൽ ആ 12 വാക്കുകളും വന്നു കഴിഞ്ഞു. ആ വാക്കുകൾ വന്നു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മുടെ ഫോൺ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുന്ന പോലെ, എങ്ങനെയാണോ ഓരോ ഫോണിലും ഓരോ രീതിയായിരിക്കും ഉണ്ടാവുക, ഫോൺ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ഞാൻ ഈ ബാക്ക് ബട്ടൺ കൊടുക്കുന്നുണ്ട്, ബാക്ക് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ റീസ്റ്റോർ വാലറ്റ് കാണാൻ പറ്റും. അതായത് നമുക്ക് ലഭിച്ച വാലറ്റ് സ്റ്റോർ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. ഈ ഒരു റീസ്റ്റോർ വാലറ്റ്, ബ്ലൂ കളറിലേക്ക് കാണുന്ന ഈ റീസ്റ്റോർ വാലറ്റ് ടച്ച് ചെയ്യുക. അപ്പോൾ എന്താവും, റീസ്റ്റോർ വാലറ്റ് ടച്ച് ചെയ്തതിന് ശേഷം പേജ് ഇങ്ങനെ മറിഞ്ഞുകൊണ്ട് ഈ രീതിയിൽ കാണാൻ പറ്റും. ഈ രീതിയിൽ കാണുമ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെ കാണുമ്പോൾ ഇവിടെയുള്ള ഈ ഇൻറ്റു അടിച്ചുകൊണ്ട്, ഈ റൈറ്റ് സൈഡിലുള്ള ഇൻറ്റു അടിച്ചുകൊണ്ട് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുമ്പോൾ എന്താവും, ഓൾറെഡി ഈ വാലറ്റ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ വാലറ്റ് ഇവിടെ സെറ്റായി കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം, സെറ്റായി കഴിഞ്ഞ ശേഷം നമുക്ക് പേര് കൊടുക്കണമെങ്കിൽ, ഈ വാലറ്റിന് ഒരു പേര് കൊടുക്കണമെങ്കിൽ എന്ത് വേണം, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മെയിൻ വാലറ്റ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് ടച്ച് ചെയ്യുക. മെയിൻ വാലറ്റ്. ആ മെയിൻ വാലറ്റ് ടച്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ഇതൊന്ന് സ്ക്രോൾ ചെയ്യുന്നുണ്ട്, മൊത്തത്തിലൊന്ന് സ്ക്രോൾ ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ ഏറ്റവും താഴെയാണ് ആ വാലറ്റ് ഉണ്ടാവും, ഇത് കാണാൻ പറ്റും. ആ വാലറ്റ് ഇവിടെ മെയിൻ വാലറ്റ് വന്നു കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് പേര് കൊടുക്കണമെങ്കിൽ ഈ മെയിൻ വാലറ്റ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത വാലറ്റ്, മെയിൻ വാലറ്റ്, ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള 3 ഡോട്ട് ടച്ച് ചെയ്യുക. 3 ഡോട്ട് ടച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ കാണാൻ പറ്റും, ഇവിടെ മെയിൻ വാലറ്റ് കാണാൻ പറ്റും. മെയിൻ വാലറ്റിൻ്റെ
റൈറ്റ് സൈഡിൽ ആ ഒരു ചെറിയ ഇൻഡ് പഠിച്ചുകൊണ്ട് ഇത് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ വാലറ്റിന് എന്താണോ പേര് ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ പേര് ഈ കോളത്തിൽ ഒന്ന് കൈ കൊണ്ട് ഒന്ന് ടച്ച് ചെയ്യുക കോളത്തിൽ. അപ്പോൾ ലെറ്റർ എഴുതേണ്ട സ്ഥലം ഇവിടെ കാണാൻ പറ്റും. അതിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. റൈറ്റ് സൈഡിൽ ഇതെങ്ങനെ വേണമെങ്കിലും ആ ഒരു കോളത്തിൽ എഴുതുവാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് പേര് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ രീതിയിൽ 3 ഡോട്ട്, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ട് ടച്ച് ചെയ്യുക. 3 ഡോട്ട് ടച്ച് ചെയ്തതിന് ശേഷം ഇവിടെ മെയിൻ വാലറ്റ് 10 കാണാൻ പറ്റും. അപ്പോൾ പുതിയ ഉണ്ടാക്കിയ ആ ഒരു വാലറ്റിൻ്റെ നെയിമാണ് അവിടെ കാണുന്നത്. എന്ത് ചെയ്യണം? ഈ റൈറ്റ് സൈഡിലില്ല ഇൻറ്റു ചെറിയ രീതിയിൽ ഇൻറ്റു അടിച്ചുകൊണ്ട് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം അവിടെ ഒന്ന് വിരൽ കൊണ്ട് ടച്ച് ചെയ്തതിന് ശേഷം ഒന്ന് നമ്മുടെ സൗകര്യാർത്ഥം അവിടെ പേര് കൊടുക്കും. ജസ്റ്റ് ഞാനിന്ന് ഇവിടെ ഒന്ന് പേര് ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പേര് കൊടുത്ത് നമുക്ക് ആ ഒരു നോർമൽ രീതിയിൽ ഞാൻ അവിടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു പേര് കൊടുത്തതാണ്. അതിനുശേഷം എന്ത് ചെയ്യണം? അതിനുശേഷം ഏറ്റവും മുകളിലുള്ള ടിക്ക് ശരിയുടെ ചിഹ്നം കാണാൻ പറ്റും. ഈ നെയിം കൊടുത്തതിന് ശേഷം ആ ടിക്ക് ടച്ച് ചെയ്യുക. ടിക്ക് ടച്ച് ചെയ്തതിന് ശേഷം എന്ത് സംഭവിച്ചു? ഇവിടെ കാണാൻ പറ്റും ഏറ്റവും താഴെ ഇപ്പം ആ ക്രിയേറ്റ് ചെയ്ത വാലറ്റ് ഇവിടെ കാണാൻ പറ്റും. ആ ഒരു നെയിം വന്നു കഴിഞ്ഞു. അവിടെ മനീഷ് എന്നുള്ള ആ ഒരു നെയിം അവിടെ വന്നു കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ വാലറ്റാണ് നിങ്ങൾക്ക് എടുക്കേണ്ടതെങ്കിൽ ആ വാലറ്റ് തന്നെ ടച്ച് ചെയ്താൽ ഓൾറെഡി ആ ഒരു വാലറ്റിൽ എന്തൊക്കെയാണ് ചെയ്തത് ആ കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ നിങ്ങൾക്ക് കാണുവാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാനുള്ള പേരും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക ഫ്രണ്ട്സ്. അതായത് നമുക്ക് ലഭിച്ചിരിക്കുന്ന സീക്രട്ട് 12 വാക്കുകൾ വിദേശത്തുള്ളവർക്കും നമ്മൾ ഫിസിക്കലി കാണാൻ പറ്റാത്തവർക്കും ഫോണിലൂടെ സെറ്റ് ചെയ്യേണ്ട രീതിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാവരും ഇന്ന് ഫോളോ അപ്പ് ചെയ്യുക. താങ്ക് യു ഓൾ പാർട്ട്നേഴ്സ്.